Jomi here. Welcome back to our channel. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓൾറെഡി നമ്മൾ അനിലിൻ്റെ അടുത്തുനിന്ന് വീഡിയോ എടുത്തത് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും. ഇത് സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ പാർട്ടിൽ തന്നെ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ഏകദേശം ജാക്കി പുള്ളി, അതേപോലെ തന്നെ പാൽ സബ്ജ അതേപോലെ തന്നെ ഏകദേശം 6 വർഷമല്ലേ ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏറ്റവും ടോപ്പായിട്ടിരുന്നത് 6 വർഷത്തെ ഇതിലുള്ള പ്രാവ് വരെ ഉണ്ടായിരുന്നു. മീൻസ് 6 വർഷം മുമ്പ് ടൂർണമെൻറ്റിന് വിൻ ചെയ്ത പ്രാവ്. മീൻസ് എന്താ പറയുക, അല്ലാണ്ട് ഇവിടെ ഷിഫ്റ്റ് ചെയ്തിട്ട് കുറച്ച് കാലമേ ഉള്ളൂ, 4 കൊല്ലമേ ആയുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ അണ്ണൻ കീപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രാവാണ്. ഇവിടെ വന്നതിന് ശേഷം കീപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രാവുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് വന്നത്. അതിന് മുമ്പേ ഉള്ള പ്രാവുകളുണ്ടായിരുന്നു. ഏകദേശം 10-27 വർഷമായിട്ടാണ് പ്രാവ് വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വന്നിട്ട് ഏകദേശം ജാക്സിന, പിന്നെ അതേപോലെ തന്നെ ഏകദേശം 16 തൂവൽ, ടെയിലിൽ 16-15 തൂവൽ പറഞ്ഞ പ്രാവ്, അതേപോലെ തന്നെ പാകിസ്ഥാനി, അങ്ങനെ ഒരുപാടധികം നല്ല പ്രാവുകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴും കൊടുക്കാനായിട്ട് ഒരുപാടധികം പ്രാവുകൾ കിടപ്പുണ്ട്. എന്നിട്ട് ഇതിൽ കുഞ്ഞന്മാർ കിടപ്പുണ്ട്, അതേപോലെ അവിടെയും കുറച്ച് കുഞ്ഞന്മാർ കിടപ്പുണ്ട്. മീൻസ് ഹവായിക്കോട്ടിലേക്ക് മാറ്റിയിട്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും കുറച്ചധികം പാരൻറ്റ് സ്റ്റോക്ക് വന്നിട്ട് ബ്രീഡിംഗ് പെയർ ആയിട്ടുള്ള പാരൻറ്റ് സ്റ്റോക്കിനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലാണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കും. ഫസ്റ്റ് നിങ്ങൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്രാവുകൾ ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ക്വാളിറ്റി അതിൻ്റെയൊക്കെ ഐഡിയ കിട്ടും. എന്നിട്ട് കഴിഞ്ഞ വീഡിയോയിലുള്ളതുപോലെ ആ പ്രാവുകളെയും കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് അതിലേതെങ്കിലും പാരൻറ്റ് സ്റ്റോക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം. ഇതിനും ഇന്ന് കാണിക്കാൻ പോകുന്നതിലും ഏതെങ്കിലും കൊടുക്കാനുള്ളതുണ്ടോ ഈ വീഡിയോ? ഓക്കെ. അപ്പോൾ ഇന്ന് കാണിക്കുന്നതിനും കൊടുക്കാനുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് പ്രാവുകളെ കാണുക, കണ്ട് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുക. ഇപ്പോൾ തൊട്ടടുത്തുള്ള ഇപ്പോൾ സ്ഥലം വന്നിട്ട് വിഴിഞ്ഞം മുല്ലൂര്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇവിടെ തൊട്ടടുത്തുള്ള ആൾക്കാരാണ്, ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാം, അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി നല്ല രീതിയിൽ എടുക്കാം. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ്. വന്നിട്ട് എവിടെ വേണമെങ്കിലും കയറ്റി വയ്ക്കാൻ പറ്റും നമുക്ക്. പെറ്റ്സിൻ്റെ ഇതുണ്ട്. അതിപ്പോൾ എത്രയാണ് പറഞ്ഞത് റേറ്റ്? ബോക്സിന് 300 രൂപ. ബോക്സിന് 300. ഞാൻ ഒരു ബോക്സിൽ 5 പ്രാവ് വരെ കയറ്റി വിടാം. ഓക്കെ. ഒരു ബോക്സിൽ മാക്സിമം 5 പ്രാവ് കയറ്റി വിടാം. വന്നിട്ട് എന്താ പറയുക, 2 ജോഡി മാക്സിമം 5 പ്രാവ്. ഓവർ ചൂടെടുക്കുക ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കുറച്ചിടുന്നതായിരിക്കും ബെറ്റർ. അതേസമയം തൊട്ടടുത്താണെങ്കിൽ ഇപ്പോൾ കൊല്ലം അവിടെയൊക്കെയാണ്, ആലപ്പുഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ 2-3 വർഷമായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റേറ്റ് ചോദിച്ചത്. ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് റേറ്റ് ചോദിച്ചത്. ഇപ്പോൾ 300 അല്ലേ? ഇപ്പോഴും 300 രൂപ വരണുള്ളൂ ഒരു ബോക്സിന്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവ് ഏതാണെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ പറഞ്ഞാൽ മതി. അത് അതിൻ്റെ ക്വാളിറ്റി, ടൈം എത്ര വെച്ചിട്ടുണ്ട്, റേറ്റ് എങ്ങനെയാണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ പറഞ്ഞുതരാം. വാട്സാപ്പ് നമ്പർ സെയിം ആണ്, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ. വാട്സാപ്പ് നമ്പറും സെയിം ആണ്. അതേപോലെ തന്നെ നോർമൽ കോളും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അണ്ണനടുത്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാടധികം കാര്യങ്ങൾ ലൈക്ക് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ പ്രാവിനെ പറത്തുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴും നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, ഈ പ്രാവിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ. ഈ ഫസ്റ്റ് പേരിൽ നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു കുഞ്ഞിനെ, ഇതിൻ്റെ അതിലുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെ. ഇത് ഫീമെയിൽ, ഒരു 2 കൊല്ലം കൊണ്ട് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ. കണ്ണ് ഏതാണ് പറഞ്ഞത്? ഇത് ഒരു പച്ചക്കണ്ണുമല്ല കരിങ്കണ്ണുമല്ല എന്നുള്ള രീതിയിലുള്ള കണ്ണാണിത്. ഈ പച്ച കണ്ണ് പറഞ്ഞാൽ ഇറങ്ങി പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ, അത് ഏത് പേരിലാണ് ഇറങ്ങിയത്? അതുകൊണ്ട് ഈ സബ്ജയിൽ കിടപ്പുണ്ട്. നമുക്ക് അതൊന്ന് കാണിക്കാം ലാസ്റ്റ്. വിരിഞ്ഞതേ ഉള്ളൂ. ഈ സിംഗിൾ ആയിട്ടാണല്ലേ കുഞ്ഞുങ്ങളെല്ലാം വെച്ച്? എല്ലാം സിംഗിളായിട്ട്, എല്ലാ പേരും സിംഗിൾ ആയിട്ടാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെല്ലാം നല്ല അത്രത്തോളം ക്വാളിറ്റി കാണും. ഇത് 6 വർഷത്തിന് മുമ്പേ ഞാൻ ടൂർണമെൻറ്റ് പറത്തി. ഇപ്പോഴ് ഒരു 9-10 വയസ്സ് വരും. ഓക്കെ. ഇതിനൊരു 3 വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ ടൂർണമെൻറ്റ് പറത്തി. ഒരു മാക്സിമം 9 വയസ്സാവും ഇപ്പോൾ. ഇത് ഫസ്റ്റ് ഇത് തമിഴ്നാട് രമേശ് ആറുമുഖം, അവൻ്റെ അയാളുള്ള ഒരു ബ്രീഡാണിത്. ഓക്കെ. ഇതും തമിഴ്നാട് നമ്മുടെ പാൽ സബ്ജിയാ? കത്തങ്ങ. സബ്ജ കത്തങ്ങയാണ് ഇത്. ചാമ്പ കത്തങ്ങയല്ല, സബ്ജ കത്തങ്ങയാണിത്. ഇതും ഒരു
ഇത് വയസ്സുണ്ടല്ലോ 7 വയസ്സ് വരും. ഇതിപ്പോൾ ജോഡിയിട്ടിരിക്കണം. ഓക്കെ. ഇതിൻ്റെ മക്കളെ രണ്ടും ആദ്യത്തെ മെയിലാണ്. ബാക്കിയൊക്കെ ഞാൻ കുറേ കൊടുത്തതിൻ്റെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ കൊടുത്തു. കുഞ്ഞന്മാരൊക്കെ നല്ല ടൈം വയ്ക്കുമോ? പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും ഇതും തന്നെ. ഓക്കെ ഓക്കെ. ഇതിൻ്റെ ഇപ്പം ഇറങ്ങിക്കാണ് കുഞ്ഞ് അടുത്തത്? അടുത്ത 2 കുഞ്ച് ഇറങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ ഫീമെയിൽ ഇത് ഇതിൻ്റെ കുഞ്ഞാണ്? ഇതിൻ്റെ കുഞ്ചാണ്. ആദ്യത്തെ വീഡിയോ കാണിച്ച സെയിം 2 എണ്ണം. ഇതേ സെയിം ഒന്നും അപ്പുറത്ത് ഇറങ്ങും. കൂടുതൽ അതിൽ മെയിലാണ് ഇറങ്ങുന്നത് ആ പ്രാവില് കുഞ്ഞന്മാർ ഇറങ്ങുമ്പോൾ അതോ ഫീമെയിൽ ഇറങ്ങാറുണ്ടോ? രണ്ട് പ്രാവശ്യം 2 മെയിൽ ഇറങ്ങി. 2 മെയിൽ. ഇത് ഈ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന ഈ മീൻസ് ഇപ്പം ഒരു പ്രാവിന് ബ്രീഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് റെസ്റ്റ് കൊടുക്കും അതോ വീണ്ടും റെസ്റ്റ് കൊടുക്കും? എത്ര ദിവസത്തേക്ക് അത് അതോ ഞാൻ ഒരു കൊല്ലത്തിൽ 3 പ്രാവശ്യം കുഞ്ഞെടുക്കുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ പൊട്ടിച്ച് മാറ്റിയിടും? ഓക്കെ ഓക്കെ. ഈ ഇതിലിടും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി അണ്ണ പുറത്തിടും. എന്നിട്ട് ഇത് അടുത്ത ജോഡി എഴുതുമ്പോൾ നമ്മൾ ഇറക്കി മരുന്നിളക്കി ഇറക്കി മരുന്ന് കൊടുത്ത് അതിനെ ഒരു 20 ദിവസം വരെ ഒറ്റയ്ക്ക് ഇട്ട് വീണ്ടും ജോലി എങ്കിൽ കുഞ്ഞുങ്ങൾ നല്ല ഇതിൽ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും കുഞ്ഞെടുത്തോണ്ടിരുന്ന പ്രാവ് അങ്ങ് പോയി. പ്രാവ് ഉടഞ്ഞു. പിന്നെ പ്രാവ് ഒന്നിനും കൊള്ളില്ല. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ ഒരു കൽക്കുലേഷൻസ് ഒരു പ്രാവശ്യമായിട്ട് ബ്രീഡ് ഇട്ടെന്ന് തോന്നുന്നു ഒരു വർഷത്തിനകത്ത്. കാരണം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക ഈ പ്രാവുകളെല്ലാം ഒരു അസുഖം വന്നിട്ട് പോവുകയും ചെയ്തതിനിടയ്ക്ക് നാഗരവല്ലി നടത്തുന്നത് സുറമയാണ്. ഓക്കെ ഓക്കെ. ഫീമെയിൽ മഞ്ഞക്കണ്ടിലാണ്. നമ്മുടെ നാഗർകോവിലുള്ള ഏകദേശം നല്ല കട്ട മഞ്ഞയായിരിക്കും അല്ലേ? നല്ല പ്രോബ്ലം, നല്ല ക്വാളിറ്റിയാണ് അവർ ഇടുന്നത്. പിന്നെ എന്താ പറയുക അവിടുത്തെ ചൂടനുസരിച്ച് പറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ 2 കുഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഇതൊക്കെ ഒരു മാസം എടുക്കുമല്ലേ ടൈം? കുഞ്ഞുങ്ങൾ കൊടുക്കും. ഓക്കെ ഓക്കെ. അതിന് വേറെ ഉണ്ടോ കുഞ്ഞന്മാർ ഇപ്പം അതിന് കൊടുക്കാനായിട്ട്? ഇപ്പം ഇല്ല അതിൻ്റെ സ്റ്റോക്ക് ഇല്ല. അതിൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ കൊടുത്ത് ഇടയ്ക്ക് ഞാൻ നമ്മളടുത്ത് നിൽക്കാറില്ലല്ലേ? ഇറങ്ങുന്നതനുസരിച്ച് ആൾക്കാർ എടുക്കാറുണ്ട് കുഞ്ഞന്മാർ? കുഞ്ഞുണ്ട്. ഇത് ബാനാട് പറയുമ്പോൾ ഇത് ജാക്സൺ മെയില്. ഓക്കെ ഓക്കെ. ഫീമെയിൽ 3-4 വയസ്സാവും. ഓക്കെ. അടുത്ത മുട്ടയിടാറായി. ഇതിനൊക്കെ ഇപ്പോൾ ജോഡിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരാഴ്ച എല്ലാത്തിനും ജോഡിയിട്ടുണ്ട്. അതേ സെയിം പേർ ഇടും. അല്ല കുഞ്ഞിന് റിസൾട്ട് ഇല്ലെങ്കിൽ അതിനെ മാറ്റി പേർ മാറ്റിയിടും ഞാൻ. ഓ ഇതിനെ ഞാൻ 9 ചില്ലറ പറത്തിയാണ്. ഈ അല്ലാതെ മെഡിസിൻസ് വേറെ എന്തെങ്കിലും കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഞാൻ ഇതിന് പറക്കാൻ വേണ്ടി ഒരു മെഡിസിൻ കൊടുക്കില്ല. പറക്കാനല്ല, അല്ലാതെ ഇപ്പോൾ അത് എന്തെങ്കിലും ഈ വിരക്കി കൊടുക്കുന്ന പോലെ തന്നെ അല്ലാതെ എന്തെങ്കിലും വാക്സിൻ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്ന കഫക്കെട്ടിനുള്ള മരുന്ന് അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ വരണമെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇല്ല. പിന്നെ നമ്മൾ പ്രാവ് കൂടുതൽ ഇറക്കുമ്പോഴാണ് സംഭവം അസുഖം വേണ്ടത്. ഇത് ഡബിൾ കണ്ണിയാണ്. ഓക്കെ ഓക്കെ. ഇത് ഈ ഒരു സൈഡിൽ വെട്ട് കണ്ണു പോലെ അല്ലേ? വെട്ട് കണ്ണ്. വെള്ളിക്കണ്ണിലും ചുവന്ന ചോരത്തരിയിട്ട് ഇത് വന്നിട്ട് മുന്തിരി കണ്ണൂര് കരിങ്കണ്ണുമല്ല രീതിയിൽ അപ്പുറ സൈഡ് ഒരിക്കണം കാണിക്കും. ഇപ്പം ക്ലിയർ ആയില്ല. ആ ചുണ്ടിൻ്റെ ആ ഷേപ്പിലാണ് ഈ കണ്ണും കറി വന്നിരിക്കുന്നത് ഓരോ സൈഡും. ഇവൻ്റെ കുഞ്ഞന്മാര എങ്ങനെയാണ്? പക്കല്ലേ സാധനം? ഇതിനിപ്പോൾ ജോലിയിട്ടതേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ 2 ആഴ്ച ആയതേ ഉള്ളൂ ജോലിയിട്ടത്. എന്താ നമ്മളെ ജാക്സിൻ്റെ കൂടെ ഓ ഇപ്പോൾ ജോലിയിട്ടതേ ഉള്ളൂ. ഇത് രണ്ടും ഒരേ പ്രായമാണ്. ഈ പ്രായത്തിന് അങ്ങനെ എന്തെങ്കിലും? ഒരിക്കലും മെയിൽ പ്രായം കൂടുതലും ഫീമെയിൽ പ്രായം കുറവായിരിക്കണം. മെയിൽ ഇല്ല 1 വയസ്സ് 2 വയസ്സ് വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. പിന്നെ ഈ മെയിലിനെ കാട്ടി പ്രായം കൂടുതൽ ഫീമെയിൽ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത്ര ഇത് കിട്ടില്ല. ഉമ്മരങ്ങളുടെ ഒരു ഇത് കിട്ടില്ല, പറ ഇത് കിട്ടില്ല. എപ്പോഴും ക്വാളിറ്റി കുറയും. എപ്പോഴും കുഞ്ഞ് പ്രായം പ്രായം കൂടുതലായിരിക്കും. പ്രായം കുറവായിരിക്കണം. ഇത് ഞാൻ ഇപ്പോൾ പറത്തിക്കൊണ്ടിരിക്കുന്ന ഇതാണ്. ഇതിന് ടൂർണമെന്റ് ഓ ഇത് മെയില് ഇതേ സെയിം ഒന്ന് അപ്പുറത്ത് ഇറപ്പുണ്ട്. 2 ആണ് 2 മെയില്. ഇത് പണ്ടേ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. പണ്ടേ കീപ്പ് ചെയ്തിരിക്കുന്നത് 15 ടൈലുള്ളത്. ഓക്കെ. അത് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിന് മുമ്പ് 1 പ്രാവശ്യം കാണിച്ചിട്ടുള്ളതന്നെ കഴിഞ്ഞ വർഷം 1.5 വർഷം മുമ്പ് 1 2 3 4 5 6 7 8 9 10 11 12 13 14
നമ്മൾ നോർമലി പ്രാവൊക്കെ വരുന്നത് 13 വാലാണ് എപ്പോഴും വരുന്നത്. 14 ഒരു കുറ്റി ചേർന്ന് വന്നോണ്ടിരിക്കുകയാണ്. 15 വാലാണ്. നമ്മളിത് 16 വാല വരെ ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അത് ഞാൻ 15 വരെയുള്ള ഇതിന്റെ കുഞ്ഞുങ്ങൾ 2 എണ്ണം കോഴിക്കോട് കഴിഞ്ഞ 1.5 വീഡിയോ ഇട്ട് എന്താ പറയാ കച്ചവടമായത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് വീഡിയോ ഇട്ട സമയത്ത് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ആൾക്കാർ ടക്കനെ വിളി വന്ന്. അപ്പോഴേ ഇതിന്റെ മെയില് 14 വാലിലാണ് മെയിലിട്ടിരുന്നത്. ഇപ്പോഴും ഇവന്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങണെല്ലാം വാല് കൂടുതലാണ്. കുഞ്ഞുങ്ങൾ കംപ്ലീറ്റ് ഇപ്പോഴും ഇറങ്ങണതും അതിൽ ഒരു കുഞ്ച് 15 വാല് 16 വാല്. എന്താണ് പ്ലസ് പോയിന്റ്? അത് പക്ഷെ നല്ല ഇതിനൊരു മെമ്മറി ഉണ്ട്. മാറി ഒരിടത്തും ചവിട്ടൂല, തട്ടി തന്നെ ചവിട്ടും. ഇതിന്റെ കുഞ്ഞിനെ അവിടെ തന്നെ ചവിട്ടും. ഇത് മാറി ചവിട്ടിയാ പിന്നെ പോയി മാറി എവിടെയെങ്കിലും ഇല്ല. ഇതങ്ങനെ ഇത് കൊടുക്കാതെ ഇപ്പോഴും ഈ ഇത് വേണ്ട അതിൻ്റെ ആ ജോഡിയിൽ ഇറങ്ങിയതാണ് ഫീമെയില്. കണ്ടോ ഇതും കണ്ണ് തനി മഞ്ഞ വന്നിട്ട് അതിൽ പച്ചയല്ല കറുപ്പല്ലാത്ത രീതിയിലാണ് കയറിയിട്ടുള്ളത്. അപ്പുറത്തത് കരിങ്കണ്ണ് ഡബിൾ കണ്ണ് ഫീമെയില്. ഇതിന് 5-6 മണിക്കൂർ പറത്തി ഞാൻ നല്ല സെറ്റ് ആയിരിക്കും. വെട്ടേണാണ് കൂടുതലും നല്ല സെറ്റ്. വെട്ടേണേ ഇതേപോലെ വെട്ടേണില്ലേ നല്ല സെറ്റാണ് വെട്ടേണ്. അത് കിട്ടുമെങ്കിൽ കൊള്ളാം, നല്ല രീതിയിൽ കുഞ്ചിറക്കാം. ഇതിപ്പം ഇത് കയറയിലാണ്, പച്ചക്കണ്ണുമല്ല മുന്തിരിക്കണ്ണും അല്ലാത്ത രീതിയിലുള്ള കണ്ണാണ്. കയറയാണ്, തമിഴിൽ നിന്ന് എടുത്തതാണ്. ഈ നമ്മൾ നാഗർകോവിൽ അവിടെ നിന്ന് എടുത്തോണ്ടല്ലോ പ്രാവള്, അത് അവിടെ ആക്ച്വലി ക്ലൈമറ്റ് ഇച്ചിരി കൂടുതലല്ലേ, ചൂടായിരിക്കില്ലേ? അപ്പൊ ഇവിടെ വരുമ്പോ അത് എന്താ വെച്ചാൽ അതിന്റെ റിസൾട്ട് കൂടാൻ കാരണം ഈ ചൂട് കുറവായതുകൊണ്ടാണ്. ചൂട് കുറവായിട്ടാണ്. ഓക്കെ ഓക്കെ. എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ വന്നിട്ട് ഒരു 13 മണിക്ക് പറഞ്ഞ സാധനം ഇവിടെ കൊണ്ട് 15 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് പറക്കും. അതിന്റെ കുഞ്ഞുങ്ങൾ നമുക്ക് കൂടുതൽ റിസൾട്ടിൽ എടുക്കാം. ഓക്കെ ഓക്കെ. ഇതിന്റെ കുഞ്ഞ് ഞാൻ ടൂർണമെന്റ് ഒക്കെ ടൈം വെച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന പ്രാവള തന്നെ നാഗർകോവിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന പ്രാവള. ഇല്ല, ഞാൻ എന്റെ പഴയ സ്റ്റോക്ക് ഇരുന്നതാണ്. എന്റെ പഴയ മീൻസ് നമ്മൾ അതിന്റെ കുഞ്ഞുങ്ങൾ പാരന്റ് അവിടുത്തെ ആയിരിക്കും. പാരന്റ് അവിടെ തമിഴ്നാട്ടിൽ. ഇതൊക്കെ ഇതിന്റെ സ്വന്തം തമിഴ്നാട്ടിൽ നിർത്തിയാണ് സംഭവം. ഓക്കെ. ഇതിൻ്റെ അവിടെ സബ് ചെയ്തത് ഇത് നാവരവഴി നിർത്തിട്ട് അന്ന് കണ്ടിരുന്നത്. ഇത് കൂടുതലും എവിടേക്കുള്ള പ്രാബ്ലം ഉണ്ട് ഇപ്പൊ നമ്മളടുത്ത് സ്റ്റോക്ക് ആയിട്ട് വന്നിട്ട്? ഇതിൽ എനിക്ക് എൻ്റെ കൂടുതൽ കിടക്കുന്നത് ഇത് കൂടുതൽ കിടക്കുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട് നാഗർകോവിൽ തമിഴ്നാട്ടിലെ പ്രാവാണ് എൻ്റെ കൂടുതലും കിടക്കുന്നത്. ഇതിൽ പാരന്റ് സ്റ്റോക്ക് മൊത്തം മീൻസ് പാരന്റ് സ്റ്റോക്ക് മൊത്തമല്ല, പാരന്റ് ഫസ്റ്റ് ലെയർ വന്നിട്ട് തമിഴ്നാടിന് മൊത്തം. അത് കഴിഞ്ഞ് നമ്മൾ എവിടെ ഉള്ളതിൽ ടോപ്പ് ക്വാളിറ്റി വെച്ചിട്ടുള്ളത് നമ്മളത് ഇതും തമിഴ്നാട് സാധനമാണ്. ഇത് ഇമെയില്. ഓക്കെ ഓക്കെ. ഇവിടെ ഉള്ളതാ തമിഴ്നാട്ടിലുള്ള ഇത് ഇവിടെ ഉള്ളത് ഇതിൽ അതിൻ്റെ കുഞ്ച്. അതിൻ്റെ കുഞ്ച് ഇതാണ്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടിങ്ങനെയാണ്, കുഞ്ഞിലെ ഇറങ്ങിട്ടിങ്ങനെ ഇറങ്ങി ഇപ്പോഴും കിടപ്പുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമ്മൾ ഇവിടെ ഇതിനെ പണ്ടേ പറഞ്ഞു വെച്ചാൽ ഇത് സബ്ജ ഇറക്കുന്നാണ്. ഇതിപ്പാണ് ഇത് ശേഖരി ആയത്. നമ്മൾ ഇപ്പോൾ പറയും ശേഖരി എന്ന് പറയും. സബ്ജ ഇറക്കുള്ള സബ്ജ ഇറക്കൽ എന്ന് പറയും. സബ്ജയിൽ ഇതൊക്കെ ഇറമ്പാണ്, ഇവിടെ ഇറമ്പാണ് സബ്ജ ഇറക്കുള്ളത്. അതിന് പണ്ടുള്ള നമ്മൾ അങ്ങനെ പണ്ടുള്ള വയസ്സുള്ള ടീം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ശേഖരിയായി ഉണ്ട്, ശേഖരി. പിന്നെ ഇത് ഇപ്പോഴും തമിഴ്നാടെന്ന് വെച്ചാൽ ഇത് പറയണത് വെച്ചാൽ ക്ലാവർ, സബ്ജ ക്ലാവർ. ഇത് സബ്ജ ക്ലാവർ. ഇത് വന്ന് ജാക്ക് ക്ലാവർ. ഇത് ജാക്ക്. ഇത് ജാക്ക് ക്ലാവർ. പിന്നെ ഇതിൽ ചാമ്പ വന്നു കഴിഞ്ഞാൽ ചാമ്പ ക്ലാവർ. ഇതാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള അവരെ ഇത്. ഇത് തമിഴ്നാട് സാധനമാണ്. നമ്മൾ ഈ കളറൊക്കെ അടിച്ച് ഇറക്കി കഴിഞ്ഞാലേ പ്രാവുകളിൽ വേറെ ഇപ്പോൾ ഒരു പച്ച ചുവപ്പ് അങ്ങനെ എന്തെങ്കിലും കളർ വേറെ എക്സ്ട്രാ കളർ അടിച്ച് കഴിഞ്ഞാൽ വൈദ്യുത ശല്യം കുറയാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ കുറയാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതായത് ഞാൻ ഇതൊരു കളർ അടിച്ചില്ല, ആ പ്രാവിൻ്റെ ആ ലുക്ക് അങ്ങ് പോകും.
ലുക്കല്ല എന്താ പറയുക, നമ്മളിപ്പോൾ നമ്മുടെ ഈ ബീച്ച് സൈഡിലൊക്കെ ഇറങ്ങുമ്പോൾ വൈകിട്ട് ശല്യം അവിടെ കൂടുതലല്ലേ ഈ ബീച്ച് സൈഡിലോട്ടൊക്കെ. അതേ സമയത്ത് അവിടെ ആണെങ്കിൽ ഞാൻ പോകുമ്പോഴേക്കും മിക്ക ലോഫ്റ്റുകളിലും പ്രാവില് കളർ അടിച്ചിട്ടുണ്ടായിരിക്കും. ആൾക്കാർ നമ്മുടെ അങ്ങോട്ട് ഗൾഫിൽ കംപ്ലീറ്റ് ഇഷ്ടം പോലെ കളർ അടിച്ചിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ ഇരുന്നില്ലേ, ഞാൻ അബുദാബിയിൽ ഇരുന്നില്ലേ. അവിടെ നിന്ന് മുട്ട കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ റെസ്റ്റോറൻറ്റ് ഇല്ലേ, നമുക്ക് അവിടെ പ്രാവ് നിർത്താൻ പറ്റില്ല. അവിടെ പ്രാവളത്തിന് നാട്ടിലേക്ക് വരുന്നവരെ ഇവിടെ തന്നെ ഈ ഉച്ചക്കട ഒരു പാർട്ടി ഫോൺ എടുത്തിട്ടുണ്ട്. ചാമ്പ് ലൈനേജിൽ രണ്ടാമത്തെ നിലയിൽ ഗൾഫിൽ നിന്ന് മുട്ട കൊണ്ടുവന്ന് വിരിച്ചത്. ഇവിടെ പറത്തിയിട്ടുണ്ടല്ല, കുഞ്ഞുണ്ടെന്നത്. ഇത് തമിഴ്നാട് കുറ്റിച്ചുണ്ടാണ്. നല്ല പറയുന്നത് കുറ്റിച്ചുണ്ടാണ്. ചുണ്ടുണ്ടാ ചെറിയ ചുണ്ടാണ്. നല്ല പറയുന്നുണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നീളം കുറവാണ്. പ്രാവ് കണ്ട പ്രാവ് നീളം കുറവാണ്. ഇതിന് ഞാൻ ഇത് പറത്തിയിട്ടില്ലല്ല. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ 9 ചില്ലറൊക്കെ പറത്തിയിട്ടുണ്ട്. അത് കൊച്ചിയിൽ നിന്ന് ഒരു പാർട്ടി ഒന്ന് ഇവിടെ ഒന്നാണ് എടുത്തുകൊണ്ട് പോയത്. അല്ല അതിൻ്റെ മെയിൽ ഇതും തമിഴ്നാട് എൻ്റെ കിടന്ന് മുമ്പ് കിടന്ന് അത് ഞാൻ കഴിഞ്ഞ ഇതിൽ കൊടുത്തിട്ടുണ്ട്, വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ കത്തങ്ങയുടെ കുഞ്ചാണ്. തമിഴ്നാട്ടിൽ നിന്ന് പറയുന്ന മിക്ക പ്രാബ്ലം മൂക്ക് പറ്റാണ്. മെയിനിൽ മൂക്ക് പറ്റ വലുതാണ്. ഇതൊരു 2 വയസ്സേ ഉള്ളൂ. 2 വയസ്സേ ഉള്ളൂ. മൂക്ക് പറ്റാണ്, ഭയങ്കര മൂക്ക് പറ്റാണ്. ഇതാണ്ട് ഈ ഫീമെയിലിനുണ്ടോ, ഈ ഫീമെയിലിന് നമ്മൾ ഇവിടുത്തെ പ്രാവിൽ നിന്നും ചുണ്ട് മൂക്കപ്പറ്റ വ്യത്യാസമുണ്ട്. മൂക്കപ്പറ്റ വലുതാണ് കണ്ടോ. തമിഴ്നാട് പ്രാവ് 2 സെയിം കുറ്റിച്ചുണ്ടാണ്. മുട്ടയിട്ടിരിക്കുന്നു. ഇത് എൻ്റെ ഒരു 4, 5, 6 കൊല്ലം കൊണ്ട് ഉള്ള പ്രാവ് തന്നെ. ഞാൻ ഇത് ഇവിടെ പുറത്തുതന്നെയാണ്. ഈ ശുദ്ധവെള്ള അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മീൻസ് ഇപ്പോൾ പ്രാവ് ശുദ്ധവെള്ളയാണെങ്കിൽ കൂടുതൽ ടൈം വയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും? ഇപ്പോഴ് എല്ലാവരും പറഞ്ഞ വെച്ചാൽ വെള്ളയിൽ നല്ല ടൈം വയ്ക്കുന്നത്. വെള്ള ബാലിക്കറുപ്പ് എല്ലാം വെള്ളയാണ്. പണ്ടൊക്കെ നമ്മൾ നല്ല പ്രായത്തിൽ ഞാൻ ഒരു 10, 15, 20 കൊല്ലത്തിന് മുമ്പൊക്കെ ഈ പ്രാവ് വളർത്തിയ സമയത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രാവെന്ന് വെച്ചാൽ റക്ക് വെള്ള സബ്ജ. ഏത് കൂട്ടിൽ നോക്കിയാലും സബ്ജ ഏറ്റവും കൂടുതൽ പ്രാവാണ്. സബ്ജ മാത്രം. എനിക്ക് അതിൽ ആ ഒരു ലൈനേജിൽ ആ ഒരു മൂക്കി പറ്റില്ലേ, ആ ഒരു മെയിൽ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. 6 കൊല്ലം മുമ്പ് പറത്തിയ പ്രാവ്. അതും ഇതിനാണ് ഞാൻ 6 കൊല്ലം മുമ്പ് പറത്തിയത്, ടൂർണമെൻറ്റ് പറത്തിയത്. ഇത് ധൂമ എന്ന് പറയും. ധൂമ, സുറുമയല്ല ധൂമ. ഗുല്ലല്ല, സുറുമയല്ല, ധൂമ. ധൂമയുടെ ചിറവ് വരുന്നത് ചാമ്പയും വെള്ളയും കൂടെ കലർന്ന ഈ ധൂമയ്ക്ക് വരുള്ളൂ. ചിറവിൻ്റെ ഇത് മാത്രം ഗുല്ലുമല്ല, സുറുമയല്ലാത്ത രീതിയിൽ വരും. ധൂമ കുഞ്ഞിരിക്കുന്നു. രാവിലെ തുറന്നു വിടൂലല്ല. ഇത് ഞാൻ കട്ടക്കടയിൽ നിന്ന് ഒരു പൈൻ്റെ എടുത്ത് തന്നെ. നല്ല ഇതിൻ്റെ കുഞ്ഞൊക്കെ നല്ല റിസൾട്ടുണ്ട്. ചുണ്ടും ചെറുത്, നല്ല തല ഷേപ്പ് ഉണ്ടോ, നല്ല തല ഷേപ്പും നല്ല ഓവൽ ഉണ്ട്. കണ്ണിൻ്റെ ചുറ്റൊക്കെ നല്ല ഇതുണ്ട്. ഈ മേല് ടൂർണമെൻറ്റ് പറത്തിയ പ്രാവാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ലുക്കില്ല പ്രാവിനെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ പ്രാവ് സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ പ്രാവാണ്. പറത്തി കഴിഞ്ഞാൽ 5 മിനിറ്റ് പ്രാവ് കയറി പൊട്ടടിക്കും. ഈ പൊട്ടടിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് പുറകെ വിട്ട് കഴിഞ്ഞ് പൊട്ടടിച്ച് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ടോ? ചിലപ്പം വലിഞ്ഞിറങ്ങി. മുമ്പേ നമ്മൾ വെട്ടിട്ട് ഇറക്കുന്നതായിരിക്കും. 2-3 പറവ കഴിഞ്ഞിട്ട് ഈ ടോപ്പ് കയറിയ ആദ്യം നമ്മൾ ഒരു കുഞ്ഞിനെ പറത്തുമ്പോഴേ എപ്പോഴും ഒരു ടോപ്പ് കയറുന്ന പ്രാവിൻ്റെ പറത്ത് തന്നെ പാടില്ല. ഏകദേശം ഒരു മീഡിയം പറവയിൽ, ആവറേജ് പറവയിൽ നിൽക്കില്ലേ. നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് എടുത്തിട്ട് അതിനിപ്പോൾ പറത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് എത്ര ദിവസം പറത്തിയിട്ട് ചിറക് വെട്ടി വെക്കണം? 7 ദിവസം 9 ദിവസം മാക്സിമം. എത്ര ടൈമൊക്കെ വെച്ചിട്ട്? അല്ല, ഒരു 2 മണിക്കൂർ മാക്സിമം 2 മണിക്കൂർ, 2.5 മണിക്കൂർ തുടങ്ങി 2 മണിക്കൂർ ഒരു 9 പറയൊക്കെ ആവും. അപ്പോൾ ആദ്യം നമ്മൾ പറത്തുമ്പോൾ രാവിലെ പറത്തി കഴിഞ്ഞതിന് ഉദ്ദേശം എന്ന് വെച്ചാൽ രാവിലെ പറത്തി അല്ലെങ്കിൽ പ്രാവ് നമ്മളെ ഒന്ന് കൈവിട്ട് പോയാലും
ഇത് എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് വൈകിട്ട് ഇനി വരും. വൈകുന്നേരം ആകുമ്പോൾ പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഇവ എവിടെയെങ്കിലും പോയിരുന്നളായി. പിന്നെ പോയിരുന്നു കഴിഞ്ഞാൽ പോക്ക് മുതലും കിട്ടൂല. നമ്മളെ കൂട്ടി തന്നെ വരും. പിന്നെ ഇതൊക്കെ നല്ല പൊട്ടാസ് വിലയ്ക്ക് ടൈം വന്നിട്ടിപ്പം അപ്പോൾ നമുക്കൊരു രണ്ടെണ്ണം ഇതിപ്പോൾ ഏതാണ് നമ്മുടെ ഇത് 2 മെയിൽ. ഓക്കെ ഓക്കെ. ഇവിടെ ഞാൻ എല്ലാം കംപ്ലീറ്റ് മെയിലേ പറത്തുള്ളൂ. ഇത് മരങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് കാണാൻ ഇച്ചിരി ഒരു ഇതാണല്ലേ. കാരണം പെട്ടെന്ന് കയറുന്നുണ്ട്, ഹൈറ്റ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു പ്രാവിനെ ടൂർണമെന്റിന് വേണ്ടി സെറ്റാക്കുമ്പം രണ്ടും ഒരേ ഈക്വൽ ഇതിൽ വേവിൽ പറക്കുന്ന ആൾക്കാരായിരിക്കണല്ലേ സെറ്റാക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. ഈ ഒന്ന് വേർതിരിഞ്ഞ് പോകുമ്പോഴാണ് സംഭവം വിഷയങ്ങളാവുന്നത്. ഇപ്പോൾ എന്താ പറയുക, വലിഞ്ഞു പറക്കുന്ന പ്രാവാണെങ്കിൽ വലിഞ്ഞു പറക്കുന്നതിൻ്റെ പേരായിട്ട് വിടണം. കൂടിൻ്റെ മുകളിൽ കയറാണെങ്കിൽ കൂടിൻ്റെ മുകളിലുള്ള ആര് വലിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൂടുതൽ കിട്ടും. ഓക്കെ, ടൈമേ കൂടുതൽ കിട്ടും. പക്ഷേ മറ്റേതാകുമ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഫുൾ ടൈം കിട്ടില്ല, വലിഞ്ഞ് നിൽക്കുമ്പോൾ. ഓക്കെ. പക്ഷേ രാത്രിയാകുമ്പോൾ നമ്മളെ കൂടിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ് കുറച്ച് ബെറ്റർ. ഇല്ല, കാലേജിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴും പ്രാവ് നമ്മളെ കൂടിൻ്റെ മുകളിൽ തന്നെ. കൂടിൻ്റെ മുകളിൽ നിൽക്കുള്ളൂ, പിന്നെ മുകളിൽ കാണില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അവർ അവിടെ പറക്കട്ടെ, നമുക്ക് അടുത്ത പ്രാവളെ കാണാം. ഇത് എനിക്ക്
ഒരു കുഞ്ഞ് വന്നിറങ്ങിയതാണ്. ഇവിടെ വന്നിറങ്ങി. ഓ ആ വിരലൊക്കെ വെട്ടി. ഓക്കെ ഓക്കെ. ഇത് വെട്ടിയതാണോ അതോ നഖം വെട്ടി അടിച്ചതായിരിക്കും? നഖം വെട്ടിയതാണ്. നമ്മളെ പ്രാവ് ഒന്ന് കയറിയിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ. ഇനി 6 പേരെ കൂടും. കാണാൻ പറ്റുന്നില്ല. കുഞ്ഞ് വന്നിറങ്ങിയതാണ്. പക്ഷേ പ്രാവ് സൂപ്പർ പ്രാവാണ്. ഇത് പറത്തിട്ടുണ്ട് ഇവിടെ? അവിടെ ഞാൻ പറത്തി. എനിക്ക് കുഞ്ഞ് വന്നിറങ്ങിയത്. ഓക്കെ, കുഞ്ഞായിട്ട് വന്നിറങ്ങിയത്. ഇറങ്ങിയത് ഞാൻ പറത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇതിൻ്റെ കുഞ്ഞന്മാർ ഇറക്കിയിട്ടുണ്ട് എന്നിട്ട്? ഇതിൻ്റെ കുഞ്ഞ് 2-3 ജോഡി ഇറക്കുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ കൊടുത്ത്. ഇത് ഒരു 2 വയസ്സായി കൂടുതൽ. ഇത് അതിൻ്റെ അതില്ലേ, അതിൻ്റെ ആദ്യത്തെ കുഞ്ഞാണ്. ഇപ്പോൾ ഫസ്റ്റ് മുട്ടയിട്ട് ഫസ്റ്റ് കുഞ്ഞിറക്കിയതാണ്. പിന്നെ ഞാൻ 7 മണിക്കൂർ വരെ ഇവിടെ പറത്തി ഫീമെയിൽ. പക്ഷേ ഇതിന് കുഞ്ഞ് വിരിഞ്ഞത് ഇപ്പോൾ ഇരിക്കുന്നത് ജാക്കിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ജാക്കാണ് കാണണം. ജാക്കിലാണ് ഇറങ്ങിയത്, കുഞ്ഞിറങ്ങിയത്. ഇതിൻ്റെ തന്തയാണ് തൊണ്ടത്. ഓൾറെഡി കാണിച്ചല്ലേ തന്നെ. ഇത് മെയില്. ഇത് ഞാൻ 11 ചില്ലറ ഇവിടെ പറത്തി ഇറക്കും. കണ്ണ് ഇതിൻ്റെ അച്ഛനാണ് ഇത്. ഇവിടെ എൻ്റെ അച്ഛനാണ്. ഇത്രയും ജോലി ഇട്ടില്ലായിരുന്നു, അതിനെ പറത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വെട്ടിയിട്ട് വെച്ച് എന്തായാലും നമ്മൾ പ്രാവിനെ പറത്താൻ വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനം കാണും. ഇപ്പോഴേ വരുന്നതെന്ന് കിടന്ന് കറങ്ങും. അത് തന്നെ പടന്തരമാണ് കൊണ്ട് താറണത്. ഇനിയിപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്നുണ്ട് മോളിൽ. ഒരു 5 മണിയാകുമ്പോൾ പടന്തല ശല്യം മാറുമ്പോൾ പിന്നെ കയറി ടോപ്പ് വയ്ക്കും. ഇപ്പം ഇത് ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് എടുത്തതാണ്. 14 ചില്ലറ പറന്ന ഒരു ഫീമെയിലാണ്. മഞ്ഞ ഓറഞ്ചുമാണ്. പക്ഷെ ഇതാ നല്ല സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജയിൽ ഈ കുറുക്ക് വെള്ളമായിരിക്കണം. കുറുക്കേ അതാണ് യഥാർത്ഥ ഒറിജിനൽ സബ്ജി എന്ന് പറഞ്ഞാൽ കുറുക്ക് വെള്ളയാണ്. അതൊന്നും വേറെ ശല്യമില്ല. ശല്യം ഇത് മാത്രമേ ഉള്ളൂ. കൊടുക്കാനുള്ളതാണല്ലേ? ആ ഇത് കൊടുക്കാനുള്ള ഇതിന് ആവശ്യമുള്ളത് ചോദിച്ചാൽ കൊടുക്കും. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ നമ്മളെ മെയിൻ സ്റ്റോക്ക് നമ്മളെ ബ്രീഡിങ് എല്ലാ ആൾക്കാരും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലും എന്താ പറയുക കൊടുക്കാനായിട്ടുള്ള പ്രാവുകളുണ്ട്. ഒരു എല്ലാം കൂടെ എത്ര ഒരു പേർ വരും കൊടുക്കാനായിട്ട്? ഇപ്പോൾ ഈ ഓക്കെ ഈ മെയിൻ ബ്രീഡിങ് പേരിൽ എന്താ പറയുക സ്റ്റോക്ക് ചെയ്ത് കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ തന്നെ ഒരു 10-12 കൊടുക്കാനുള്ള പേര് കൊടുക്കാനുള്ളതുണ്ട്. അതേപോലെ തന്നെ അതിന് പുറമെ കുഞ്ഞന്മാർ കൊടുക്കാനുള്ളതുണ്ട്. ഈ കൂട്ടി കിടക്കുന്നത് കുഞ്ഞന്മാരാണ്, ഇവരും കൊടുക്കാനുള്ളതുണ്ട്. ഇതിന് ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ ഏകദേശം 10-30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് വന്നിട്ട് ഇപ്പം എല്ലാം 1 കള്ളി 2 കള്ളി ആ റേഞ്ചൊക്കെ ആണല്ലേ? ഓക്കെ. ഇത് ആ കൂടി നമ്മുടെ അടുത്ത് ഒരു 6 ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മളത് വേറൊരു വീഡിയോയിൽ, കാരണം 8 എണ്ണം ഉണ്ട്. സെയിൽ പോസ്റ്റ് ആയിട്ട് ഇടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏത് പ്രാവാണ് സെയിലിനുള്ളതെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് കൂടെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ.